പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിനെയും സപ്പോർട്ട് ചെയ്യാനും പ്രശംസിക്കാനും മാത്രമല്ല അവരെ വിമർശിക്കാനും തനിക്കറിയാം എന്ന് തരൂർ തന്റെ ഒരു പ്രസ്താവനയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. രാഷ്ട്രമാദ്യം പിന്നീടാണ് രാഷ്ട്രീയം എന്ന് പലകുറി തരൂർ പറയുമ്പോൾ അതിനെ വിമർശിക്കുന്നവർ കേട്ടോളൂ. ഇതാ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ശശി തരൂർ. ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ MP. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, ഒന്നും നടപ്പാക്കുന്നില്ല എന്നാണ് തരൂരിന്റെ വിമർശനം. കാർഷിക മേഖലയെ ബജറ്റിൽ അവഗണിച്ചു, തൊഴിലില്ലായ്മയെ പരിഗണിക്കുന്നില്ല എന്നും തരൂരിന്റെ കുറ്റപ്പെടുത്തൽ. പ്രധാന പദ്ധതികൾക്ക് പോലും കുറവ് വകയിരുത്തലാണ് ബജറ്റിൽ ഉണ്ടായത് എന്ന് തരൂർ വിമർശിച്ചു. കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചതെന്നും കുറ്റപ്പെടുത്തി. കേരളത്തിന് ഇത്തവണയും എയിംസ് അനുവദിച്ചില്ല. കേരളത്തെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും തരൂർ ചോദ്യമുന്നയിച്ചു. കാലിന് പൊട്ടലുണ്ട് അദ്ദേഹത്തിന്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിന് മുന്നിൽ ഒന്ന് തട്ടി വീണ ഒരു അപകടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലിന് പൊട്ടലുണ്ട്. തരൂർ ഇരുന്നാണ് പ്രസംഗിച്ചത്. ബജറ്റിനെ വിമർശിച്ച തരൂർ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയും കുറ്റപ്പെടുത്തി. സാധാരണക്കാരന്റെ അഭിലാഷങ്ങൾ പൂർത്തിയാക്കുന്നതല്ല ബജറ്റ്, തലക്കെട്ടുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത്. നികുതി ഭാരം വ്യക്തികൾക്ക് മുകളിൽ കെട്ടിവെക്കുന്നു. കർഷകർക്ക് ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങളില്ല. കഴിഞ്ഞ തവണത്തെക്കാൾ കുറവാണ് ഇത്തവണത്തെ കർഷകർക്കുള്ള പ്രഖ്യാപനം. ഇത് ആശങ്കാജനകമാണെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്ന വാഗ്ദാനം പാഴായി എന്നും തരൂർ വിമർശിച്ചു.